കൽക്കട്ട, ഹൂഗ്ലി നദിയുടെ കിഴക്കേ തീരത്തെ നഗരം. അക്കാലത്ത് ഇന്ത്യയിലെ മറ്റു നഗരങ്ങളിലൊന്നുമില്ലാത്ത വിധം ഒരു പുതിയ മധ്യവർഗ സമൂഹം കൽക്കട്ടയിൽ വളർന്നു വന്നിരുന്നു. അത്തരമൊരു മധ്യവർഗ കുടുംബത്തിലായിരുന്നു പിന്നീട് നേതാജി എന്ന് ലോകം ആദരവോടെ വിളിച്ച സുഭാഷ് ചന്ദ്രബോസിന്റെ ജനനം. മുഴുവൻ കുടുംബ ബന്ധങ്ങളും കൽക്കട്ടയിൽ തുടരുമ്പോഴും ഒറീസയിലെ കട്ടക്കിലേക്ക് കുടിയേറിയ ജാനകിനാഥ് ബോസ്, പ്രഭാവതി ദത്ത് ദമ്പതികളുടെ 14 മക്കളിൽ 9ാമനായി 1897 ജനുവരി 23 സുഭാഷ് ജനിച്ചു. പിതാവ് ജാനകിനാഥ് ബോസ് അറിയപ്പെടുന്ന ഒരു അഭിഭാഷകനായിരുന്നു. 20ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിന് മുമ്പ് തന്നെ ബംഗാൾ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിൽ അകപ്പെട്ടു കഴിഞ്ഞിരുന്നു. 1902 5ാം വയസ്സിലാണ് സുഭാഷിന്റെ വിദ്യാഭ്യാസ ജീവിതം ആരംഭിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകൂടത്തിന് കീഴിൽ ഭാവിയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടാതെ മുന്നോട്ട് പോകാനാവില്ലെന്ന നിഗമനത്തിലെത്തിയ പിതാവ് ജാനകിനാഥ് സുഭാഷിനെ കട്ടക്കിലെ പ്രോട്ടസ്റ്റന്റ് യൂറോപ്യൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തു. ഇംഗ്ലീഷ് ഭാഷയിലും പൊതുവിജ്ഞാനത്തിലും മറ്റും മികവ് നേടാൻ സുഭാഷിന് കഴിഞ്ഞു. ഇന്ത്യക്കാരായ വിദ്യാർത്ഥികൾക്ക് ഇവിടെ പല പരിമിതികളും ഉണ്ടായിരുന്നു. 12ാം വയസ്സിലെത്തിയ സുഭാഷ് 1909 തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി സ്റ്റുവർട്ട് സ്കൂളിനോട് വിട പറഞ്ഞു. കട്ടക്കിലെ റാവൻഷൻ കോളേജിയേറ്റ് സ്കൂളായിരുന്നു ഹൈസ്കൂൾ വിദ്യാഭ്യാസം. പുതിയ സ്കൂളിലെ പുത്തൻ സാഹചര്യങ്ങളോട് അതിവേഗം ഇണങ്ങിച്ചേർന്ന സുഭാഷിന് ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും കൂടുതൽ അടുത്തറിയാൻ അവസരം ലഭിച്ചു. സുഭാഷ് ചന്ദ്രബോസിന്റെ മനസ്സിലുയർന്ന ദേശീയ ബോധത്തിന് വീര്യം പകർന്ന സംഭവമായിരുന്നു ഖുദിറാം ബോസിന്റെ രക്തസാക്ഷിത്വം. 1908 ഓഗസ്റ്റ് 11 കഷ്ടിച്ച് 11 വയസ്സ് മാത്രം പിന്നിട്ട ഖുദിറാം ബോസിനെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റി. വെള്ളക്കാരുടെ ഈ നടപടി കൽക്കട്ടയിലും പരിസരത്തും വമ്പിച്ച പ്രതിഷേധങ്ങൾക്ക് കാരണമായി. മനഃശക്തിയും ശാന്തിയും തേടി അതിദ്രുതം സഞ്ചരിച്ച് 1913 തന്റെ മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സാകുമ്പോഴേക്കും ഐഹിക ജീവിതത്തോട് വിരക്തി വന്ന പോലെയായി മാറിയിരുന്നു സുഭാഷ്. കൽക്കട്ട സർവകലാശാലയ്ക്ക് കീഴിലെ പ്രധാന കോളേജായി കണക്കാക്കപ്പെട്ടിരുന്ന പ്രസിഡൻസി കോളേജിൽ കലാലയ ജീവിതം ആരംഭിക്കാൻ സുഭാഷ് ചന്ദ്രബോസിന് സൗഭാഗ്യം കൈവന്നു. ആദർശ ജീവിതം നയിക്കണമെന്ന ആഗ്രഹത്തോടെ കലാലയ ജീവിതത്തിലെ ആദ്യ 2 വർഷങ്ങളിൽ വിപ്ലവകാരികൾ അടങ്ങുന്ന വിദ്യാർത്ഥി സംഘത്തോട് അനൽപമായ ആഭിമുഖ്യം സുഭാഷിനും തോന്നിയിരുന്നു. 1914 തന്റെ മുറിയിലെ മെത്തയിൽ വിശ്രമിക്കുന്ന വേളയിൽ തന്റെ എല്ലാ ആശയങ്ങളെയും പുനഃപരിശോധിക്കാനും നാളിതുവരെ കൈക്കൊണ്ട മൂല്യങ്ങളെ വീണ്ടും വിലയിരുത്താനും 1ാം ലോക മഹായുദ്ധം സുഭാഷിൽ പ്രേരണ ചെലുത്തി. സൈനിക ശക്തിയല്ലാത്ത ഒരു രാഷ്ട്രത്തിന് അതിന്റെ സ്വാതന്ത്ര്യം കാത്തു സംരക്ഷിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല എന്ന വലിയ സത്യം സുഭാഷിന്റെ ചിന്തകളെ ഏറിയ അളവിൽ സ്വാധീനിച്ചു. 1917 സ്കോട്ടിഷ് ചർച്ച് കോളേജിൽ 3ാം വർഷ BA വിദ്യാർത്ഥിയായി പുനഃപ്രവേശനം നേടിയ സുഭാഷ് പഠനകാര്യത്തിൽ ഏറെ ശ്രദ്ധാലുവായി. തത്വശാസ്ത്രത്തിൽ ഏറെ ആകൃഷ്ടനായാണ് ബിരുദ പഠനത്തിന് ആ വിഷയം തിരഞ്ഞെടുത്തതെങ്കിലും പരീക്ഷാഫലം അത്ര തൃപ്തികരമായിരുന്നില്ല. 1ാം ക്ലാസ് ലഭിച്ചെങ്കിലും യോഗ്യതാക്രമത്തിൽ 2ാം നിരയിലാണ് സ്ഥാനം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ബിരുദാനന്തര ബിരുദ പഠനത്തിന് തത്വശാസ്ത്രം തുടരേണ്ടതില്ല എന്ന് സുഭാഷ് തീരുമാനിച്ചു. കൽക്കട്ടയിലെത്തിയ അച്ഛൻ 1919 ഒരു സന്ധ്യയ്ക്ക് സുഭാഷിനെ പെട്ടെന്ന് ആളെ അയച്ചു വരുത്തി. പിതാവിന്റെ താമസ സ്ഥലത്തേക്ക് സുഭാഷ് കയറി ചെന്നപ്പോൾ അദ്ദേഹവും ജ്യേഷ്ഠൻ ശരത്തും കാര്യമായ കൂടിയാലോചനയിലായിരുന്നു. സുഭാഷിനെ കണ്ടപാടെ ഇന്ത്യൻ സിവിൽ സർവീസിന് പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യമായിരുന്നു പിതാവിന് ചോദിക്കാനുണ്ടായിരുന്നത്. സമ്മതം പറഞ്ഞാൽ എത്രയും വേഗം പുറപ്പെടാനാവശ്യമായ ക്രമീകരണങ്ങളുമായിട്ടായിരുന്നു പിതാവിന്റെ വരവ്. ഉപരിപഠനം ഉപേക്ഷിക്കേണ്ടി വരുമെങ്കിലും ഇംഗ്ലണ്ടിൽ ചെന്ന് സിവിൽ സർവീസ് എടുക്കാൻ തന്നെയായിരുന്നു സുഭാഷിന്റെ തീരുമാനം. ബ്രിട്ടീഷ് സർക്കാരിന്റെ കീഴിൽ ഒരു ഉദ്യോഗം സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ലെങ്കിലും വിധി നിയോഗത്തിനനുസരിച്ച് സഞ്ചരിക്കാമെന്ന തീരുമാനമായിരുന്നു അത്. ഒറ്റ ആഴ്ച കൊണ്ടുതന്നെ സുഭാഷിനെ ഇംഗ്ലണ്ടിലേക്ക് അയക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും കുടുംബം ദ്രുതഗതിയിൽ നടപ്പാക്കി. ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന ഒരു ചെറു കപ്പലിൽ ഒരുവിധം ബെർത്ത് കരസ്ഥമാക്കിയിരുന്നു. 30 ദിവസം കൊണ്ട് എത്തിച്ചേരുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന കപ്പൽ ഒരാഴ്ച കൂടി അധികമെടുത്താണ് ഇംഗ്ലണ്ട് തീരത്തണഞ്ഞത്. ഈർപ്പം നിറഞ്ഞ മേഘാവൃതമായ കാലാവസ്ഥയാണ് ടിൽബറിയിൽ കപ്പലിറങ്ങിയ സുഭാഷിനെ കാത്തിരുന്നത്.
1920 ജൂലൈ ആദ്യം തന്നെ സിവിൽ സർവീസ് മത്സര പരീക്ഷ ലണ്ടനിൽ ആരംഭിച്ചു. 1 മാസത്തോളം നീണ്ടുനിന്ന പരീക്ഷാ പ്രക്രിയയായിരുന്നു അത്. കഠിനമായി അധ്വാനിച്ചുവെങ്കിലും തന്റെ തയ്യാറെടുപ്പ് തുലോം പരിമിതമാണെന്നായിരുന്നു സുഭാഷ് കരുതിയിരുന്നത്. പിറ്റേന്നു രാവിലെ മോർണിംഗ് പോസ്റ്റ് പത്രത്തിന്റെ താളുകൾ മറിക്കവേ താൻ 4ാമനായി ICS പരീക്ഷ പാസ്സായി എന്ന വാർത്ത ഒത്തിരി അവിശ്വസനീയതയോടെ സുഭാഷിന്റെ കണ്ണിൽപ്പെട്ടു. ആദ്യ ശ്രമത്തിൽ തന്നെ കീഴടക്കാനായതിന്റെ സന്തോഷം മനസ്സിന്റെ ഒരു ഭാഗത്ത് നിറയുമ്പോൾ, മറുഭാഗത്ത് ബ്രിട്ടീഷ് നുകത്തിന് കീഴിൽ തന്റെ കഴുത്ത് നീട്ടിക്കൊടുക്കേണ്ടി വന്നതിന്റെ കുറ്റബോധം സുഭാഷിനെ വേട്ടയാടാൻ തുടങ്ങി. ഒരു വശത്ത് ഉന്നതമെന്ന് കരുതിപ്പോരുന്ന സിവിൽ സർവീസിന്റെ മഹത്വം, ആദർശാത്മകമായ ഒരു ജീവിതം മാതൃരാജ്യത്തിനു വേണ്ടി നയിക്കണം എന്ന ചിന്ത മറുവശത്ത്, ഇന്ത്യക്കാരെ ദ്രോഹിക്കുന്ന ബ്രിട്ടീഷുകാരെ അവരുടെ ഭരണത്തിന്റെ ഭാഗമായി സേവിക്കാനുള്ള വൈമനസ്യം അതിലേറെ. വേണമോ വേണ്ടയോ എന്ന ചിന്ത ഇരുതട്ടുകളിലും കീഴ്മേൽ തൂങ്ങിയാടി. ഒടുവിൽ നിശ്ചലമായപ്പോൾ മാതൃരാജ്യത്തെ സേവിക്കലാണ് ഏറ്റവും മഹത്തരമെന്ന ചിന്തയ്ക്കാണ് തൂക്കം കൂടുതലുണ്ടായിരുന്നത്. അതൊരിക്കലും ഒറ്റുകൊടുക്കാവുന്ന തീരുമാനമായിരുന്നില്ല. വിജയശ്രീ ലാളിതനായി കപ്പലിറങ്ങി വരുന്ന തന്നെയും കാത്ത് വലിയ പ്രതീക്ഷകളുമായി ഒരു കുടുംബം കാത്തിരിക്കുന്നുണ്ടെന്ന് സുഭാഷിന് അറിയാമായിരുന്നു. ICS ത്യജിക്കാനുള്ള തന്റെ ശ്രമം അവരെ ബോധ്യപ്പെടുത്തുക അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമല്ലെന്നും സുഭാഷിനറിയാം. തീരുമാനമെടുക്കുന്നതിൽ നിന്ന് തന്നെ തടഞ്ഞേക്കാവുന്ന പിതാവിനെ അനുനയിപ്പിക്കാനും തന്റെ മാനസികാവസ്ഥ ബോധ്യപ്പെടുത്തി സമ്മതം വാങ്ങിക്കാനും തന്റെ മനോഗതിയുമായി കൂടുതൽ ചേർന്ന് നിൽക്കുന്ന സഹോദരൻ ശരത്തിനെ സുഭാഷ് കൂട്ടുപിടിച്ചു. 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻവാലാബാഗിൽ നടന്ന കൂട്ടക്കൊലയുടെ യഥാർത്ഥ ചിത്രം ലഭിച്ചതാണ് ICS ഉപേക്ഷിക്കാൻ സുഭാഷിനെ പ്രേരിപ്പിച്ച സുപ്രധാനമായ മറ്റൊരു കാരണം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഇന്ത്യക്കാരനും സുമനസാലെ രാജ്യസ്നേഹ ലക്ഷ്യത്തോടെ സിവിൽ സർവീസ് ഉപേക്ഷിച്ചിട്ടില്ലായിരുന്നു. 1921 ഏപ്രിൽ 22 ഒടുവിൽ തന്റെ രാജിക്കത്ത് അധികൃതർക്ക് അയച്ചു കൊടുക്കുമ്പോഴേക്കും 7 മാസത്തോളം തുടർന്ന അനിശ്ചിതത്വത്തിന് അവസാനമാവുകയായിരുന്നു. 1921 കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയ ബോസ് കപ്പൽ മാർഗം ഇന്ത്യയിലേക്ക് യാത്ര ആരംഭിച്ചു. ബോംബെയിൽ തന്നെ തിരിച്ചെത്തി. ഇതിനകം സുഭാഷിന്റെ ICSൽ നിന്നുള്ള രാജി ഇംഗ്ലണ്ടിലെ ഇന്ത്യക്കാർക്കിടയിലും ഇന്ത്യയിൽ തന്നെയും വലിയ സംസാര വിഷയമായിരുന്നു. സുഭാഷിന്റെ വാക്കുകൾ കേട്ട് പ്രസന്നമായ മുഖത്തോടെ അത്തരമൊരു തീരുമാനമെടുക്കാൻ കാട്ടിയ ധൈര്യത്തിന്റെ പേരിൽ മനം നിറഞ്ഞ് ആശംസിക്കാൻ രവീന്ദ്രനാഥ ടാഗോർ തയ്യാറായി. രാജ്യം ആവശ്യപ്പെടുന്നത് ഇത്തരം ധീരപുത്രന്മാരെയാണെന്ന് സുഭാഷിനെ ചേർത്ത് പിടിച്ച് അഭിനന്ദിച്ചുകൊണ്ട് ടാഗോർ പറഞ്ഞു. ബോംബെയിലെത്തിയ ഉടനെ സുഭാഷ് ആദ്യം ചെയ്ത കാര്യം ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന ഗാന്ധിയെ സന്ദർശിക്കുക എന്നതായിരുന്നു. ലാർബണം റോഡിലൂടെ ഗാന്ധിയുടെ താമസ സ്ഥലത്ത് അന്വേഷിച്ചെത്തിയ സുഭാഷ് ആദ്യമായി അദ്ദേഹത്തെ കണ്ടു. മാതൃരാജ്യത്തെ സേവിക്കുന്നതിനു വേണ്ടി സന്മോഹനമായ ICS ഉദ്യോഗം രാജിവെച്ച സുഭാഷ് ചന്ദ്രബോസിനെ ഗാന്ധിജി അഭിനന്ദിച്ചു. ബംഗാളിയായ ഒരു ചെറുപ്പക്കാരൻ ഇന്ത്യയിൽ മടങ്ങിയെത്തിയ വിവരം ഗാന്ധിയും അറിഞ്ഞിരുന്നു. സുഭാഷിനെ അടുത്തിരുത്തി 1 മണിക്കൂറോളം ഗാന്ധി സംസാരിച്ചു. വ്യക്തിപരവും സാമൂഹ്യപരവും രാഷ്ട്രീയപരവുമായ വിഷയങ്ങളിലൂടെ നീണ്ട ആശയവിനിമയം അവസാനിക്കുമ്പോൾ ഗാന്ധി എന്ന ദേശീയ സമര നായകനോട് അസാമാന്യമായ മതിപ്പൊന്നും യുവാവായ സുഭാഷിലുണ്ടായിരുന്നില്ല. ചിരകാലം കുതിച്ച് സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള പരിപാടികളുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് ഗാന്ധിക്ക് തന്നെ വ്യക്തമായ ധാരണയില്ലെന്ന് സ്വന്തം യുക്തി സുഭാഷിനോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൽക്കട്ടയിലെത്തിയ സുഭാഷ് ചന്ദ്രബോസ് CR ദാസ് എന്ന ചിത്തരഞ്ജൻ ദാസിനെ കാണുവാനായി അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് ചെന്നു. പ്രസന്നമായ പുഞ്ചിരിയോടെ സുഭാഷിനെ സമീപിച്ച CR ദാസ് ആദ്യ സന്ദർശനത്തിൽ തന്നെ തന്റെ മനം കവർന്നതായി സുഭാഷിന് തോന്നി. ദാസിന്റെ മാർഗം പിന്തുടരാൻ സുഭാഷ് മനസ്സാ നിശ്ചയിച്ചു. 1921 ജൂലൈ 28 മുതൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന വെയിൽസ് രാജകുമാരന്റെ ഇന്ത്യ സന്ദർശനം ബഹിഷ്കരിക്കാൻ കോൺഗ്രസ് നിശ്ചയിച്ചതിനെ തുടർന്ന് പല ഇന്ത്യൻ നഗരങ്ങളിലുമെന്നതുപോലെ കൽക്കട്ടയിലും ഹർത്താൽ ആചരിക്കണമെന്ന ആഹ്വാനം വന്നു. സമരം സംഘടിപ്പിക്കാനുള്ള ചുമതല സുഭാഷിനെ ഏൽപ്പിക്കാൻ അദ്ദേഹം സന്നദ്ധനായി. സുഭാഷിന്റെ നേതൃത്വത്തിൽ ഇതിനകം രൂപീകരിച്ചിരുന്ന രാഷ്ട്രീയ സ്വയം സേവക് ദൾ എന്ന വോളണ്ടിയർ സേന സമരപരിപാടികൾ ആസൂത്രണം ചെയ്തു. കൃത്യമായി യൂണിഫോം ധരിച്ച് പട്ടാള ചിട്ടയിൽ മാർച്ച് ചെയ്ത് നീങ്ങിയ ആ സേന ഗവൺമെന്റിന് വലിയ തലവേദന തീർത്തു. 1921 ഡിസംബർ 2 CR ദാസിനെയും സുഭാഷിനെയും 100 കണക്കിന് പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു.
2 മാസം തുടർച്ചയായി നടന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഇന്ത്യയുടെ പല ഭാഗത്തുമായി 30,000-ഓളം പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കോൺഗ്രസിലെ സമുന്നത നേതാക്കളിൽ ഗാന്ധി മാത്രമായിരുന്നു അന്ന് ജയിലിന് പുറത്ത് ഉണ്ടായിരുന്നത്. 6 മാസത്തെ തടവ് ശിക്ഷയാണ് സുഭാഷിന് നൽകിയിരുന്നത്. വിധി പ്രസ്താവം കേട്ട സുഭാഷ് ന്യായാധിപനോട് ഒട്ടൊരു തമാശയോടെ ചോദിച്ചത് 6 മാസമേ ഉള്ളോ എന്നായിരുന്നു. ഈ ജയിൽവാസ കാലയളവിൽ ഒപ്പം ജയിൽ ശിക്ഷ അനുഭവിച്ച മൗലാന അബ്ദുൽ കലാം ആസാദുമായി അടുക്കാൻ സുഭാഷിന് അവസരം കൈവന്നു. 1922 ഓഗസ്റ്റ് 24-ന് 6 മാസത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം ദേശബന്ധുവും സുഭാഷും ആസാദും ഉൾപ്പെടെയുള്ള നേതാക്കൾ ജയിലിൽ നിന്നും പുറത്തു വന്നു. ഗാന്ധിയൻ സമര രീതികളോട് അനൽപമായ അകൽച്ചയും കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തോട് കൂടുതൽ അടുപ്പമുണ്ടായിരുന്ന MN റോയിയെ പോലെയുള്ള സോഷ്യലിസ്റ്റ് നേതാക്കളോടും സൈദ്ധാന്തികമായ അടുപ്പം സൂക്ഷിക്കാനും പിൽക്കാലത്ത് സുഭാഷിന് കഴിഞ്ഞു. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ജയിൽ മോചിതരായ നിരവധി വിപ്ലവകാരികൾ സുഭാഷുമായുള്ള ഈ സമ്പർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധരായി. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ആദ്യം വേണ്ടതെന്നും സാമൂഹിക സാമ്പത്തിക വിപ്ലവം അന്തിമഘട്ടത്തിൽ മതിയാകും എന്ന് കരുതിയ അവർ ഒരു പ്രബന്ധം തയ്യാറാക്കി സോവിയറ്റ് വിപ്ലവ നായകൻ ലെനിന് അയച്ചുകൊടുക്കാൻ തീരുമാനിച്ചു. പ്രബന്ധം മോസ്കോയിൽ എത്തിക്കുന്നതിന് വേണ്ട മുൻകൈ എടുക്കാൻ സുഭാഷ് ചന്ദ്രബോസ് സന്നദ്ധനായി. 1924-ൽ ദേശബന്ധു CR ദാസ് കൽക്കട്ട മുനിസിപ്പൽ കോർപ്പറേഷന്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിച്ചത് സുഭാഷിനെയായിരുന്നു. വെറും 27 വയസ്സുള്ള സുഭാഷിന് ഭരണവകുപ്പിന്റെ തലവൻ എന്ന പദവിയിലെത്താൻ കഴിഞ്ഞതിന് പാർട്ടി വൃത്തങ്ങൾ പൊതുവെ സ്വാഗതം ചെയ്തുവെങ്കിലും അകത്ത് ചില അസ്വാരസ്യങ്ങൾ രൂപപ്പെട്ടു. കൽക്കട്ട മുനിസിപ്പൽ കോർപ്പറേഷന്റെ CEO എന്ന നിലയിൽ സുഭാഷ് ചന്ദ്രബോസ് തന്റെ അസാധാരണ ശേഷികൾ ചെറിയ കാലയളവിൽ തന്നെ തെളിയിച്ചു. കൽക്കട്ട കോർപ്പറേഷനിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരിക്കെ 1924 ഒക്ടോബർ 25-ന് പുലർച്ചെ സുഭാഷ് ഒരു ഗൂഢാലോചന കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. വിചാരണ കൂടാതെ തടവിലാക്കിയ അദ്ദേഹത്തെ ആദ്യം കൽക്കട്ട ആലിപ്പൂർ സെൻട്രൽ ജയിലിലും പിന്നീട് ബർഹാംപൂർ ജയിലിലും തടവിലടച്ചു. യഥാർത്ഥത്തിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പദവി സ്വീകരിച്ചതിനു ശേഷം സുഭാഷ് പ്രത്യക്ഷ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെട്ടിരുന്നില്ല. അദ്ദേഹത്തിന്റെ അറസ്റ്റിനെ ന്യായീകരിക്കാനായി ബ്രിട്ടീഷ് ഭരണകൂടം കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു. ദുരിതപൂർണമായ ജയിൽ ജീവിതം അനുഭവിക്കുമ്പോഴാണ് ഒരു ദുരന്ത വാർത്ത സുഭാഷിനെ തേടി വന്നത്. തന്റെ പ്രിയപ്പെട്ട നേതാവും രാഷ്ട്രീയ ഗുരുവുമായ CR ദാസ് മരണപ്പെട്ടു എന്ന വാർത്ത. വളരെ വൈകി മാത്രമാണ് അത് സുഭാഷിന്റെ ചെവിയിലെത്തിയത്. 1925 ജൂൺ 16-ാം തീയതി 55-ാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. ജയിലിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ ക്രിസ്ത്യൻ തടവുകാർക്ക് പണം നൽകിയിരുന്നു. തങ്ങൾക്ക് ദുർഗാപൂജ നടത്താനും അതുപോലെ സൗകര്യമൊരുക്കണമെന്ന ആവശ്യം സുഭാഷും ഹിന്ദു തടവുകാരും ജയിലധികാരികൾക്ക് മുമ്പാകെ വെച്ചു. എന്നാൽ ഗവൺമെന്റ് തടസ്സവാദം ഉന്നയിക്കുകയാണുണ്ടായത്. ഇതിൽ പ്രതിഷേധിച്ച് 1925 ഫെബ്രുവരിയിൽ ഒരു നിരാഹാര സമരത്തിന് സുഭാഷ് നേതൃത്വം നൽകി. സമരം 15 ദിവസം നീണ്ടുപോയതോടെ ഗവൺമെന്റ് സുഭാഷിന്റെ ആവശ്യം അംഗീകരിക്കാൻ സന്നദ്ധമായി. ദുർഗാപൂജ ആഘോഷിക്കാൻ ഫണ്ട് അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനം വന്നെങ്കിലും നിരാഹാര സമരം സുഭാഷിന്റെ ആരോഗ്യസ്ഥിതി വഷളാക്കി. ന്യൂമോണിയ അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചു. 2.5 വർഷക്കാലത്തെ ജയിൽ വാസത്തിനൊടുവിൽ ആരോഗ്യത്തിന്റെ അപകടകരമായ നില കൂടി പരിഗണിച്ച് മെഡിക്കൽ ബോർഡിന്റെ പരിശോധനയ്ക്കായി അദ്ദേഹത്തെ റംഗൂണിലേക്ക് മാറ്റി. 1927 മെയ് മാസം പുറത്തുവന്ന മെഡിക്കൽ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ സുഭാഷിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ തീരുമാനമെടുക്കുമ്പോഴേക്കും തീർത്തും അവശനിലയിലായി കഴിഞ്ഞിരുന്നു അദ്ദേഹം. ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് ബോസ് കുടുംബാംഗങ്ങൾക്കൊപ്പം ഷില്ലോങ്ങിലേക്ക് പോയി. അവിടെ ഏതാനും മാസം ചിലവഴിക്കാൻ തീരുമാനിച്ചു. ആരോഗ്യം അല്പം മെച്ചപ്പെട്ടതോടെ ബോസ് കോൺഗ്രസ് പ്രവർത്തനത്തിൽ സജീവമായി. CR ദാസിന്റെ മരണത്തിന് മുമ്പ് തന്നെ സ്വരാജ് പാർട്ടി ക്ഷയിക്കാൻ തുടങ്ങിയിരുന്നു. 1927 അവസാനത്തോടെ ബംഗാൾ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി സുഭാഷ് ചന്ദ്രബോസ് തിരഞ്ഞെടുക്കപ്പെട്ടു. സുഭാഷിന്റെ സംഘടനാ ശേഷി ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കാൻ പറ്റിയ അവസരം ഒത്തുവന്നത് സൈമൺ കമ്മീഷനെതിരെ കോൺഗ്രസ് സ്വീകരിച്ച ബഹിഷ്കരണത്തിനിടെയായിരുന്നു. ബംഗാളിൽ സുഭാഷിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങളായിരുന്നു അരങ്ങേറിയത്. ഇന്ത്യയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് തുടക്കമിട്ട സ്വതന്ത്ര ഇന്ത്യ ലീഗും ഇക്കാലയളവിൽ സജീവമായി.
സൈമൺ കമ്മീഷൻ 1928 ഫെബ്രുവരി 3 മുതൽ മാർച്ച് 31 വരെയും 1928 ഒക്ടോബർ 11 മുതൽ 1929 ഏപ്രിൽ 13 വരെയും നടത്തിയ 2 സന്ദർശനങ്ങളും വർദ്ധിത വീര്യത്തോടെ ബഹിഷ്കരിക്കപ്പെട്ടു. രാജ്യത്തെ യുവജനങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കാനായതിന്റെ പാരിതോഷികമെന്ന വണ്ണം കൽക്കട്ടയിൽ നടന്ന 1928 യൂത്ത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് സുഭാഷിന് മറ്റൊരു സ്ഥാനം ലഭിച്ചു. അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. സ്വതന്ത്ര ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം മുന്നോട്ട് വെച്ച കോൺഗ്രസ് സമ്മേളനം അതിലേക്കായി മോട്ടിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. സമ്മേളനത്തിന് മുന്നോടിയായി സുഭാഷിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട വാളണ്ടിയർ സേനയുടെ പട്ടാള ചിട്ടയിലുള്ള സാന്നിധ്യം ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. കോൺഗ്രസിന്റെ വോളണ്ടിയർ സംഘത്തിന്റെ തലവനായ സുഭാഷാണ് ആ സേനയെ സംഘടിപ്പിച്ചതും അർദ്ധ സൈനിക രീതിയിൽ പരിശീലനം നൽകിയതും അവരെ പട്ടാള ചിട്ടയിൽ അണിനിരത്തിയതുമെന്ന കാര്യം ഏവർക്കും അറിയാമായിരുന്നു. സേനയ്ക്ക് മോട്ടോർ സൈക്കിൾ വിഭാഗം, അശ്വവിഭാഗം ഉൾപ്പെടെ പല യൂണിറ്റുകളുമുണ്ടായിരുന്നു. സുരക്ഷിതമായ ഒരു കോൺഗ്രസ് വോളണ്ടിയർ സേനയ്ക്ക് രൂപം നൽകിയ സുഭാഷിന്റെ മിടുക്ക് ഏറെ പ്രകീർത്തിക്കപ്പെട്ടു. തികഞ്ഞ അച്ചടക്കമുള്ള ഒരു വനിതാ വിഭാഗവും ഈ സേനയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. യൂണിഫോം ധരിച്ച് വോളണ്ടിയർ സേനയെ മുന്നിൽ നിന്ന് നയിച്ച വെള്ളക്കുതിരപ്പുറത്തേറി നീങ്ങിയ സുഭാഷിന് താരത്തിളക്കം കൈവന്ന നിമിഷങ്ങളായിരുന്നു അത്. സുഭാഷ് സംഘടിപ്പിച്ച വോളണ്ടിയർ സേനയെ പക്ഷേ ഗാന്ധിജി വിമർശിക്കുകയാണ് ഉണ്ടായത്. കോൺഗ്രസ് സമ്മേളനം അതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മേളനമായിരുന്നു. 1930 ജനുവരി 23 പിറന്നാൾ ദിനത്തിൽ മർദ്ദിതരുടെ ജാഥ നയിച്ചതിനാണ് സുഭാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത്. 1930 സെപ്റ്റംബർ 25 ജയിൽ മോചിതനായ സുഭാഷ് ഉടൻ തന്നെ കൽക്കട്ട മേയറുടെ പദവി ഏറ്റെടുത്തു. തുടർന്നുള്ള നാളുകളിൽ രാജ്യമെങ്ങും സഞ്ചരിച്ച് നിരവധി പൊതുസമ്മേളനത്തിൽ പ്രസംഗിച്ച് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച തന്റെ ആശയങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചു. കൽക്കട്ട മേയറായിരിക്കെ 1931 ജനുവരി 26 സുഭാഷിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തെ പോലീസ് നേരിട്ടത് ക്രൂരമായിട്ടായിരുന്നു. പ്രവർത്തകർക്ക് നേരെ ലാത്തി പ്രയോഗിച്ച പോലീസിന്റെ മൃഗീയ താണ്ഡവത്തിൽ സുഭാഷിന് കാര്യമായി പരിക്കേറ്റു. കസ്റ്റഡിയിലെടുത്ത സുഭാഷിനെ മരുന്നോ ചികിത്സയോ ഭക്ഷണമോ പോലും നൽകാതെ ലാൽ ബസാർ പോലീസ് സ്റ്റേഷനിൽ പാർപ്പിച്ചു. സുഭാഷിന്റെ ആരോഗ്യനില അനുദിനം വഷളായി. ഒടുവിൽ സ്വന്തം ചെലവിൽ യൂറോപ്പിലേക്ക് ചികിത്സയ്ക്ക് പോകാൻ സുഭാഷിനെ ജയിൽ അധികൃതർ സമ്മതിച്ചു. ഏതെങ്കിലും തരത്തിൽ സുഭാഷിനെ രാജ്യത്ത് നിന്ന് അകറ്റി നിർത്താമെന്ന കുബുദ്ധിയായിരുന്നു ഇതിനു പിന്നിൽ. ഭരണകൂടം ഏറ്റവും അപകടകാരി എന്ന് വിശ്വസിച്ചിരുന്ന സുഭാഷിനെ ചികിത്സാർത്ഥമെങ്കിലും അകറ്റി നിർത്താൻ കഴിഞ്ഞാൽ അത്രയും ആശ്വാസം എന്നതായിരുന്നു അവരുടെ ചിന്ത. സുഹൃത്തുക്കളിൽ നിന്ന് സമാഹരിച്ച തുകയിലൂടെ യാത്രയ്ക്കുള്ള വക കണ്ടെത്തിയ സുഭാഷ് 1933 ഫെബ്രുവരി 23 യൂറോപ്പിലേക്ക് തിരിച്ചു. സുഭാഷ് ബ്രിട്ടനിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ഗവൺമെന്റ് നേരത്തെ വിലക്കേർപ്പെടുത്തിയിരുന്നു. 1933 മാർച്ച് 8 ആസ്ട്രേലിയയിലെ വിയന്നയിലെത്തിയ സുഭാഷിന് വിദഗ്ധ ചികിത്സ തുടങ്ങി. കൂടുതൽ ചികിത്സയ്ക്കായി അവിടെ നിന്ന് സ്വിറ്റ്സർലാൻഡിലേക്ക് പോയ സുഭാഷ് സ്വിറ്റ്സർലാൻഡിൽ വെച്ച് തൃപ്തികരമായ വിദഗ്ധ ചികിത്സ ലഭിച്ചതോടെ സുഭാഷിന്റെ ആരോഗ്യനില മെച്ചപ്പെടാൻ തുടങ്ങി. രോഗക്കിടക്കയിൽ വെച്ചു തന്നെ ഇടവേളകളിൽ അദ്ദേഹം യൂറോപ്പിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെടാനും ശ്രമം നടത്തി. ഇന്ത്യയിൽ ഇതേ സമയം സിവിൽ നിയമലംഘന പ്രസ്ഥാനം കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ടു പോകുകയായിരുന്നു. 1933 ഓഗസ്റ്റ് മാസത്തിൽ മാത്രം 4500 സത്യാഗ്രഹികൾ ജയിലിലായി. യൂറോപ്പിൽ ജീവിച്ച കാലയളവിൽ സുഭാഷിന്റെ ജീവിതത്തിൽ നിർണായകമായ ഒട്ടേറെ വഴിത്തിരിവുകൾ സംഭവിക്കുന്നുണ്ടായിരുന്നു. യൂറോപ്പിൽ ജീവിച്ചതിന്റെ ഫലമായി വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളെക്കുറിച്ച് പഠിക്കാനും അവിടങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യ സമരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. അതുകൊണ്ട് കൂടിയാണ് ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകം എഴുതി പൂർത്തിയാക്കാൻ ബോസിന് കഴിഞ്ഞത്. ഗ്രന്ഥരചനയിൽ ബോസിനെ സഹായിച്ചത് ബഹുഭാഷാ പണ്ഡിതയായ എമിലി ഷെങ്കലായിരുന്നു. 1934-36 കാലത്ത് തന്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച എമിലിയുമായി സുഭാഷ് പ്രണയത്തിലായി. പ്രണയവും പോരാട്ടവും സമ്മേളിച്ച ദിനങ്ങളുടെ സൃഷ്ടിയായ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം 1934 പ്രസിദ്ധീകരിക്കപ്പെട്ടു. 1933-36 കാലഘട്ടത്തിൽ റഷ്യ ഒഴികെയുള്ള മികച്ച യൂറോപ്യൻ രാജ്യങ്ങളും സന്ദർശിച്ച് അവിടെയൊക്കെ ഇന്ത്യയെപ്പറ്റി ചർച്ചകൾ നടത്തുകയും പ്രസംഗങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്ത സുഭാഷ് നിരവധി ലോക നേതാക്കളുമായി ഇക്കാലയളവിൽ സമ്പർക്കം പുലർത്തി. ഇറ്റലി, ജർമ്മനി, ചെക്കസ്ലോവാക്യ, ഹംഗറി, ഫ്രാൻസ്, അയർലൻഡ്, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിലെല്ലാം ബോസ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ തേടി സഞ്ചരിച്ചു.
1936 ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അനുമതിയില്ലാതെ ഇന്ത്യയിലേക്ക് കപ്പൽ കയറിയ സുഭാഷിനെ ഏപ്രിൽ 8 ബോംബെയിൽ കാലുകുത്തുന്നതിന് മുമ്പ് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഏയർവാദ ജയിലിലേക്ക് മാറ്റി. വൈകാതെ അവിടെ നിന്ന് മാറ്റിയ ബോസിനെ ജ്യേഷ്ഠൻ ശരത് ചന്ദ്ര ബോസിന്റെ വസതിയിൽ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചു. ഭരണകൂടത്തിന്റെ ഈ നടപടികൾ ഇന്ത്യയിലാകമാനം കടുത്ത പ്രതിഷേധമുയർത്തിവിട്ടു. വ്യാപകമായി ഉയർന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി വൈകാതെ സുഭാഷിനെ മോചിപ്പിക്കാൻ അധികൃതർ തയ്യാറായി. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു മോചനം. തടവിൽ നിന്നും പുറത്തിറങ്ങി കൽക്കട്ടയിലെത്തിയ സുഭാഷിനെ സ്വീകരിക്കാൻ ലക്ഷക്കണക്ക് ആളുകളായിരുന്നു അണിനിരന്നത്. തടവു ജീവിതവും യഥാർത്ഥത്തിൽ സുഭാഷിന്റെ ആരോഗ്യനിലയെ കാര്യമായി ബാധിച്ചിരുന്നു. 1937 ഡിസംബറിൽ തുടർ ചികിത്സാർത്ഥം ബോസ് വീണ്ടും യൂറോപ്പിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഓസ്ട്രിയയിൽ വെച്ച് കാമുകി എമിലി ഷെങ്കലുമായി കൂടിക്കണ്ട ബോസ് അവരെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ബദ്ഗാസ്റ്റിനിൽ വെച്ച് നടന്ന ആ വിവാഹം പക്ഷേ നിയമപ്രകാരമായിരുന്നില്ല. ജർമ്മൻ നിയമമനുസരിച്ച് ഇന്ത്യൻ പൗരനുമായുള്ള വിവാഹം അനുവദനീയമായിരുന്നില്ല. 1938 ജനുവരി 18 കോൺഗ്രസ് ജനറൽ സെക്രട്ടറി JB കൃപാലിനി ബോസിന്റെ അധ്യക്ഷ പദവി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. വെറും 41 വയസ്സ് മാത്രമുള്ള ബോസിനെ അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായി നിശ്ചയിച്ച നടപടി ആ സമ്മേളനത്തെ ലോകമെങ്ങും ഏറെ ശ്രദ്ധേയമാക്കി. സുഭാഷ് വീണ്ടും സജീവമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുന്നു എന്ന വാർത്തയാണ് ഏവരെയും ആവേശം കൊള്ളിച്ചത്. സുഭാഷ് ഇന്ത്യയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. നൂറുകണക്കിന് ആരാധകർ വമ്പിച്ച ആവേശത്തോടെയാണ് സുഭാഷിനെ എതിരേറ്റത്. ആർപ്പുവിളികളും മുദ്രാവാക്യ വിളികളും സ്വീകരിച്ച് പുഞ്ചിരിച്ചും അഭിവാദ്യം ചെയ്തും നീങ്ങിയ സുഭാഷിനെ അലങ്കരിച്ച കാറിൽ സമ്മേളന നഗരിയിലേക്ക് ആനയിച്ചു. ഹരിപ്പുരയിൽ 1938 നടന്ന ചരിത്ര പ്രസിദ്ധമായ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ സുഭാഷ് തന്റെ കർമ്മ പരിപാടികൾക്ക് തുടക്കമിട്ടിരുന്നു. 1939 നടക്കാനിരുന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഒരു വർഷം കൂടി തനിക്ക് ലഭിക്കും എന്ന ന്യായമായും പ്രതീക്ഷിച്ച സുഭാഷിന് കനത്ത തിരിച്ചടി സമ്മാനിച്ചുകൊണ്ട് ഗാന്ധിജി പാരമ്പര്യവാദികൾക്കൊപ്പം നിലയുറപ്പിച്ചു. സ്വന്തം ആശയഗതിക്ക് ഊന്നൽ കൊടുത്ത് പ്രവർത്തിക്കുന്ന സുഭാഷിന്റെ ശൈലിയിൽ അതൃപ്തി തോന്നിയവരോടൊപ്പം ഗാന്ധി നിലയുറപ്പിച്ച് തികഞ്ഞ വലതു പ്രതിനിധിയായ പട്ടാഭി സീതാരാമയ്യയെ ഉയർത്തി കാട്ടിയത് അധ്യക്ഷ പദം മത്സരത്തിലൂടെ മാത്രമേ തീരുമാനിക്കപ്പെടൂ എന്ന നില സംജാതമാക്കി. സുഭാഷിനു പറ്റിയ എതിരാളിയായിരുന്നില്ല പട്ടാഭിയെങ്കിലും ഗാന്ധിയുടെ പിൻബലം അദ്ദേഹത്തിനുണ്ടായിരുന്നത് മത്സരം ഏത് ദിശയിലേക്ക് തിരിയും എന്ന കാര്യത്തിലെ ആശങ്ക വാനോളമുയർത്തി. കോൺഗ്രസിൽ വലിയൊരു ഭിന്നിപ്പിന് കളമൊരുങ്ങുമെന്ന ഭീതി നിലനിർത്തിക്കൊണ്ട് 1939 ജനുവരി 9 55 അഖിലേന്ത്യാ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചു. 1939 ജനുവരി 29 സമ്മേളന ഹാളിൽ വോട്ടെടുപ്പ് നടന്നു. ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദത്തിലേക്ക് രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ വിജയം ഏറ്റവും ആഘാതമുണ്ടാക്കിയത് ഗാന്ധിജിയുടെ മനസ്സിൽ തന്നെയായിരുന്നു. പട്ടാഭിയുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അദ്ദേഹം മുന്നോട്ട് വന്നു. പട്ടാഭിയെ സ്ഥാനാർത്ഥിയാക്കിയതും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാതിരിക്കാൻ സമ്മർദ്ദം ചെലുത്തിയതും താനായിരുന്നു എന്ന് ഗാന്ധിജി പ്രസ്താവിച്ചു. പരാജയം പട്ടാഭിയേക്കാൾ ബാധിക്കുന്നത് തന്നെയാണെന്നും ഗാന്ധിജി തുറന്നു പറഞ്ഞു. ഈ പരാജയത്തിൽ ഞാൻ സന്തുഷ്ടനാണ്. എന്തു തന്നെയായിരുന്നാലും സുഭാഷ് ബാബു രാജ്യത്തിന്റെ ശത്രുവല്ല. അദ്ദേഹം രാജ്യത്തിനു വേണ്ടി യാതനകൾ അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തിന്റെ നയവും പരിപാടികളും കൂടുതൽ സാഹസികമാണ്. അദ്ദേഹത്തിന് വിജയം ആശംസിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കൂ എന്നായിരുന്നു സുഭാഷിന്റെ വിജയത്തെ പരാമർശിച്ച് ഗാന്ധിയുടെ പ്രതികരണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് വേഗവും ചടുലതയും കൃത്യനിർവഹണ ശേഷിയും ലക്ഷ്യബോധവും വേണം എന്ന നിലയിൽ ഊർജ്ജസ്വലമായ രീതികൾ അവലംബിക്കണം എന്ന ലക്ഷ്യം മാത്രമായിരുന്നു സുഭാഷിനുണ്ടായിരുന്നത്. സ്വാതന്ത്ര്യ സമരത്തെ അന്താരാഷ്ട്ര വേദികളിൽ പ്രസക്തമാക്കാൻ ലോകമെങ്ങുമുള്ള ബ്രിട്ടീഷ് വിരുദ്ധ ശക്തികളുടെ സഹായം തേടുക മാത്രമാണ് സുഭാഷ് ചെയ്തിരുന്നത്. 1939 മെയ് 3 സുഭാഷ് ഫോർവേഡ് ബ്ലോക്ക് പ്രഖ്യാപിച്ചു. രാജ്യത്തെ യുവജനത തന്റെ ആശയത്തോടൊപ്പം ചേരുമെന്നും കോൺഗ്രസ് ഫോർവേഡ് ബ്ലോക്കിന്റെ അജണ്ടകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സാഹചര്യം ഉരുത്തിരിയുമെന്നും സുഭാഷ് പ്രത്യാശിച്ചു. രാജേന്ദ്ര പ്രസാദിന്റെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തിയ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി വിമത പ്രവർത്തനങ്ങളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ലെന്ന് കാണിച്ച് 3 വർഷത്തേക്ക് സുഭാഷിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. പ്രവർത്തക സമിതിയിൽ ആ പ്രമേയത്തിന്റെ കരട് തയ്യാറാക്കിയത് ഗാന്ധിജി തന്നെയായിരുന്നു. പ്രമേയം ചർച്ചയ്ക്ക് വന്നപ്പോൾ
ജവഹർലാൽ നെഹ്റു നിഷ്ക്രിയനായി മൗനം പാലിക്കുകയാണ് ചെയ്തത്. തന്റെ ജ്യേഷ്ഠ സഹോദരനായും ആശയാഭിമുഖ്യമുള്ള സഖാവായും കണക്കാക്കിയിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നിസ്സംഗത സുഭാഷ് ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ഉരുണ്ടുകൂടിയ അനിശ്ചിതത്വം അതിസങ്കീർണമായി മാറുകയും കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട സുഭാഷ് പാർട്ടിയിൽ നിന്ന് പുറത്താകപ്പെടുകയും ചെയ്യപ്പെട്ട കാലത്തു തന്നെയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. 1940 ഡിസംബർ അവസാനത്തോടെ തന്റെ വീട്ടിൽ സുഭാഷ് ഏകാന്തവാസം പ്രഖ്യാപിച്ചു. അത്ര അടുപ്പമുള്ളവരൊഴിച്ച് ആരെയും കാണാൻ കൂട്ടാക്കാതെ അദ്ദേഹം തന്റെ കട്ടിലിലും കിടപ്പറയിലുമായി കഴിച്ചുകൂട്ടി. ക്ഷൗരം പോലും ചെയ്യാത്ത മുഖവുമായി ആശയറ്റവനെ പോലെ തോന്നിപ്പിച്ച സുഭാഷ് പുറം ലോകവുമായി ഉണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു. മനസ്സിലുറപ്പിച്ച ഒരു ദീർഘയാനത്തിന് വേണ്ട ശാരീരികമായ തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടിയായിരുന്നു ഈ ഒറ്റപ്പെടൽ എന്ന് വളരെ വൈകിയാണ് ഏറ്റവും അടുത്തവർക്ക് പോലും മനസ്സിലായത്. 1941 ജനുവരി 17 പുലർച്ചെ പുറപ്പെടാനാണ് സുഭാഷ് തീരുമാനിച്ചത്. 1941 ജനുവരി 26 അഫ്രിഡി ഗോത്രമേഖലയുടെ അതിർത്തിയിലേക്ക് സുഭാഷ് ചന്ദ്രബോസ് യാത്ര തുടർന്നു. 1941 ജനുവരി 26 ഈ ദിവസമായിരുന്നു തന്റെ തിരോധാനം ലോകത്തോട് വെളിപ്പെടുത്താൻ സുഭാഷ് കുടുംബാംഗങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നത്. തന്റെ രഹസ്യ യാത്ര ആസൂത്രണം ചെയ്യുമ്പോൾ നടത്തിയിരുന്ന കണക്ക് കൂട്ടൽ അനുസരിച്ച് ഈ ദിവസം തന്നെ പെഷവാറിൽ നിന്ന് 11 മൈൽ അപ്പുറത്തുള്ള ഒരു പട്ടാള ക്യാമ്പിനടുത്ത് വെച്ച് സഞ്ചരിച്ച കാർ ഉപേക്ഷിച്ച് സുഭാഷ് ബ്രിട്ടീഷ് പ്രദേശത്തിന്റെ അതിർത്തി കടന്നു. ദീർഘകാലമെടുത്ത് തയ്യാറാക്കിയ രഹസ്യ യാത്രാ പദ്ധതി വലിയൊരു വിജയമായതിന്റെ ആമോദത്തിലായി സുഭാഷ്. 1941 ഏപ്രിൽ ആദ്യവാരം തന്നെ തന്റെ ലക്ഷ്യസ്ഥാനമായ ബെർലിനിലെത്തി. ബെർലിനിലെത്തിയ സുഭാഷിന് മുന്നിൽ ഒരു നിമിഷം പോലും പാഴാക്കാനില്ലായിരുന്നു. യൂറോപ്പിൽ താമസിച്ച് യുദ്ധം സൃഷ്ടിച്ച അവസ്ഥ പരമാവധി മുതലാക്കാനായിരുന്നു സുഭാഷിന്റെ ശ്രമം. ബ്രിട്ടൻ മാത്രമായിരുന്നു നാസി പടയുടെ പ്രഹരശേഷി നേരിട്ട് അനുഭവിക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. വളരെ കരുതി മാത്രമേ ജർമ്മനിയുമായി ഇടപെടാവൂ എന്ന് സുഭാഷിന് അറിയാമായിരുന്നു. ജർമ്മൻ നേതൃത്വത്തിനോട് തന്റെ വരവിന്റെ ഉദ്ദേശം ബോധിപ്പിക്കാൻ സുഭാഷ് തീരുമാനിച്ചു. ജർമ്മൻ അധികൃതരുമായി നേരിട്ട് ഇടപെടുന്നതിന് മുമ്പ് തന്നെ തന്റെ ലക്ഷ്യപ്രാപ്തിക്ക് ആവശ്യമായ അടിസ്ഥാന പ്രവർത്തനങ്ങൾ സുഭാഷ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. 1941 നവംബർ 20 ഫ്രീ ഇന്ത്യ സെന്ററിൽ ആദ്യ യോഗം ചേർന്നതോടെ സുഭാഷിന് സമാന മനസ്കരായ ഒട്ടേറെ അനുയായികളെ കണ്ടെത്താനായി. ജർമ്മനി റഷ്യയെ ആക്രമിച്ച ജൂൺ 22 സുഭാഷ് ചന്ദ്രബോസ് യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ട ഇന്ത്യക്കാരെ അണിനിരത്തി സ്വന്തം സൈനിക വിഭാഗത്തെ സംഘടിപ്പിക്കാൻ തുടങ്ങി. ദിവസങ്ങൾക്കകം പുനഃസംഘടിക്കപ്പെട്ട ഒരു സേനാ വിഭാഗത്തെ രൂപീകരിക്കാൻ സുഭാഷിന് കഴിഞ്ഞു. റഷ്യയെ ആക്രമിക്കുന്ന തിരക്കിനിടയിലും സുഭാഷിന്റെ ആവശ്യങ്ങളോട് നല്ല രീതിയിൽ പ്രതികരിക്കാൻ ഹിറ്റ്ലർ തയ്യാറായി. പ്രക്ഷേപണ മന്ത്രാലയത്തിലെ 2 ഉദ്യോഗസ്ഥരെ സുഭാഷിനെ സഹായിക്കുന്നതിനു വേണ്ടി ഹിറ്റ്ലർ നിയമിച്ചു. സുഭാഷിന്റെ നിർദ്ദേശങ്ങൾ യുദ്ധഗതി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ തീർത്തും സഹായകമായ ഒന്നാണെന്ന് വിലയിരുത്തിയ ജപ്പാൻ ഹിറ്റ്ലറും മുസോളിനിയും ചേർന്നെടുത്ത തീരുമാനത്തെ പിന്തുണച്ച് രംഗത്ത് വന്നു. ഈ കടമ്പ കൂടി കടന്നതോടെ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന ന്യായം അവലംബിച്ച് ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് തുരത്താനുള്ള തന്റെ കർമ്മ പദ്ധതി ഊർജിതമായി നടപ്പിലാക്കാൻ സുഭാഷിന്റെ മുമ്പിൽ അവസരം തെളിഞ്ഞു വന്നു. അച്ചുതണ്ട് ശക്തികളുടെ അധികാരം കിട്ടിയതോടെ സുഭാഷിനെ ബന്ധപ്പെട്ട് ജർമ്മൻ സ്റ്റേറ്റ് സെക്രട്ടറി ക്ലപ്പർ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്ക് ജർമ്മനിയുടെ പൂർണ്ണ പിന്തുണ അറിയിച്ചു. ആസാദ് ഹിന്ദ് ഫൗജിന്റെ ആഭിമുഖ്യത്തിൽ സേനയിലേക്ക് വരുന്ന ജർമ്മൻ വാസികളായ ഇന്ത്യക്കാർക്ക് സൈനിക പരിശീലനം നൽകാനുള്ള സഹായവും വാഗ്ദാനം ചെയ്തു. സേന വിപുലപ്പെടുത്തുന്നതിനും കാര്യക്ഷമമായ യുദ്ധ പരിശീലനം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി രാത്രിയും പകലുമില്ലാതെ സുഭാഷ് 7 മാസത്തോളം കഠിനാധ്വാനം ചെയ്തു. സുസംഘടിതമായ ഒരു സേനയായി രൂപാന്തരപ്പെട്ട ആസാദ് ഹിന്ദ് ഫൗജ് ഇന്റർനാഷണൽ ആർമി എന്ന പേരിൽ ബെർലിൻ കേന്ദ്രീകരിച്ച് പട നയിക്കാൻ ഒരുങ്ങിയതിന്റെ വാർത്തകൾ തന്റെ റേഡിയോ പ്രക്ഷേപണത്തിലൂടെ സുഭാഷ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇന്റർനാഷണൽ ആർമിയുടെ കമാൻഡറായി സുഭാഷ് അവരോധിതനായ വിവരവും മോചന ശ്രമങ്ങൾക്ക് ഊർജം പകർന്നു. 1942 നവംബറിൽ സുഭാഷിനെ തേടി വിയന്നയിൽ നിന്ന് ഒരു ശുഭവാർത്തയെത്തി. എമിലി ഷെങ്കൽ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി എന്നതായിരുന്നു അത്. പിതാവായതിന്റെ സന്തോഷം പങ്കിടാൻ സുഭാഷ് വൈകാതെ വിയന്നയിലെത്തി. എമിലിയെയും കുഞ്ഞിനെയും സന്ദർശിച്ച അദ്ദേഹം തന്റെ അടുത്ത ഇടത്താവളം ജപ്പാനാണ് എന്ന കാര്യവും അവരെ ധരിപ്പിച്ചു. 1943 മാർച്ച് 6 സുഭാഷ് ജപ്പാന്റെ തീരം തൊട്ടു. ഒടുവിൽ 1943 മാർച്ച് 16 അത്യന്തം സാഹസികമായ ആ യാത്ര ലക്ഷ്യസ്ഥാനമായ ടോക്കിയോയിൽ അവസാനിച്ചു.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സ്വയം ഒരു ഇതിഹാസമായി സുഭാഷിനെ മാറ്റിയ യാത്ര സ്വാതന്ത്ര്യദാഹികളായ 10,000-ങ്ങളെ ആവേശം കൊള്ളിച്ചു. 90 ദിവസം നീണ്ട തന്റെ സാഹസിക സമുദ്രയാത്രയിലൂടെ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച പോരുന്ന ഒരു ജർമ്മൻ പാവയല്ല താനെന്ന് നേതാജി ലോകത്തിന് വ്യക്തമാക്കി കൊടുത്തു. സുഭാഷ് ജപ്പാനിലെത്തിയ വേളയിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രംഗം കലുഷിതമായി നിലനിന്നു. ജപ്പാൻ എന്ന രാജ്യത്തിന് സുഭാഷ് ചന്ദ്രബോസിന്റെ സഹായം ആവശ്യം വന്ന സമയം. ഇന്റർനാഷണൽ ആർമിയുടെ സഹായത്തോടെ ജോഹോർ കേന്ദ്രീകരിച്ച് കരവഴി ആക്രമണം നടത്താനുള്ള ജാപ്പനീസ് പദ്ധതിയെക്കുറിച്ച് സിംഗപ്പൂർക്കാർക്ക് അറിവുണ്ടായിരുന്നില്ല. ഒരാഴ്ച കൊണ്ട് സിംഗപ്പൂർ ജപ്പാന്റെ പിടിയിലമർന്നു. 1943 ജൂണിൽ സിംഗപ്പൂരിൽ മടങ്ങിയെത്തിയ റാഷ് ബിഹാരിക്കൊപ്പം ഏവരെയും അതിശയിപ്പിക്കുന്ന ഒരു സാന്നിധ്യമായി സുഭാഷ് ചന്ദ്രബോസ് കടന്നുവന്നു. ആദ്യ സന്ദർശനത്തിൽ തന്നെ സിംഗപ്പൂരിലെ INA അംഗങ്ങളെ തന്റെ ഉറച്ച വാഗ്വിലാസം കൊണ്ട് ആവേശം കൊള്ളിക്കാൻ നേതാജിക്ക് കഴിഞ്ഞു. സുഭാഷ് ചെല്ലുന്നിടത്തെല്ലാം വമ്പിച്ച ജനക്കൂട്ടം ആകൃഷ്ടരായി എത്തിച്ചേർന്നു. ആരാധകരെ അഭിവാദ്യം ചെയ്ത് സുഭാഷ് സിംഗപ്പൂരിലുടനീളം യാത്ര ചെയ്തു. സിംഗപ്പൂരിലെ കതായി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ അധ്യക്ഷനായ റാഷ് ബിഹാരി ബോസ് സുഭാഷിനെ ആദ്യമായി നേതാജി എന്ന് അഭിസംബോധന ചെയ്തു. INA-യുടെയും ഇൻഡിപെൻഡൻസ് ലീഗിന്റെയും ഇനിയുള്ള നേതാവ് സുഭാഷ് ചന്ദ്ര ബോസായിരിക്കുമെന്ന് വേദിയിൽ ഉപനിഷ്ഠനായ സുഭാഷിനെ ചൂണ്ടി റാഷ് ബിഹാരി ബോസ് പ്രഖ്യാപിച്ചതോടെ കതായി ഹാളിൽ തിങ്ങി നിറഞ്ഞ ഇന്ത്യൻ ആരാധകർ ആവേശത്തിന്റെ പരകോടിയിലായി. ഇളകിമറിയുന്ന സദസ്സിനെ അഭിസംബോധന ചെയ്ത് ദീർഘമായി സംസാരിച്ച നേതാജി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനമുയർത്തി. യോഗത്തിൽ INA ഭടന്മാരുടെ കർണങ്ങളിലൂടെ പിന്നീട് ഏറെ നാൾ ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കപ്പെട്ട ചലോ ദില്ലി എന്ന മുദ്രാവാക്യം സുഭാഷ് ഉറക്കെ ചൊല്ലി. അവിടെ കൂടിയ സ്വാതന്ത്ര്യദാഹികളുടെ അത്യന്തം പ്രക്ഷോഭഭരിതമായ മുഖത്ത് നോക്കിയ സുഭാഷ് വികാരഭരിതനായി. ഇന്ത്യൻ മണ്ണിൽ ഒരിക്കൽ നാം കാൽ വെച്ചാൽ ഇന്ത്യ മുഴുവൻ വിപ്ലവ തിരമാലകളായി ഉയരുമെന്നും അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുമെന്നും സുഭാഷ് ചന്ദ്രബോസ് ഒരു ദൃഢപ്രതിജ്ഞ പോലെ പറഞ്ഞു. സ്വതന്ത്ര ഇന്ത്യയുടെ ഒരു പ്രവിശ്യ ഭരണകൂടം വൈകാതെ സ്ഥാപിക്കുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഭാരതമോചന പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുമെന്നുമുള്ള ശുഭപ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചു. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ അധിപനായി അവരോധിതനായെങ്കിലും സൈനികമായ സ്ഥാനമാനങ്ങൾ നേതാജി സ്വീകരിച്ചില്ല. 1943 ഒക്ടോബർ 21 സിംഗപ്പൂരിലെ കത്തായി ഹാളിൽ തിങ്ങി നിറഞ്ഞ പുരുഷാരത്തെ സാക്ഷി നിർത്തി സ്വതന്ത്ര ഇന്ത്യയുടെ പ്രവാഹി ഗവൺമെന്റ് രൂപീകരിച്ചതായി നേതാജി പ്രഖ്യാപിച്ചു. പ്രവിശ്യ ഭരണകൂടത്തിന്റെ പ്രധാന മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുഭാഷ് ചന്ദ്രബോസ് അധികാരമേറ്റെടുത്തു. യുദ്ധകാര്യത്തിന്റെയും വിദേശകാര്യത്തിന്റെയും ചുമതല കൂടാതെ INA-യുടെ സർവ്വസൈനാധിപൻ എന്ന പദവിയും സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു. ക്യാപ്റ്റൻ ലക്ഷ്മി സ്വാമിനാഥൻ വനിതാ സംഘടനകളുടെയും ഭരണാധിപൻ എന്ന നിലയിൽ സുഭാഷ് എടുത്ത ആദ്യ തീരുമാനം ബ്രിട്ടനെതിരെയും അമേരിക്കക്കെതിരെയും യുദ്ധം പ്രഖ്യാപിക്കുക എന്നതായിരുന്നു. 1943 മെയ് മാസം നേതാജി സിംഗപ്പൂരിൽ ഇറങ്ങുമ്പോൾ സേനയുടെ അംഗബലം 30,000 മാത്രമായിരുന്നുവെങ്കിൽ കേവലം 2 ആഴ്ച കൊണ്ട് അത് 60,000-ആയി ഉയർന്നു. 18-നും 25-നും ഇടയിലുള്ള യുവാക്കളെ സേനയിൽ ചേർത്ത് തീവ്ര പരിശീലനം നൽകി യുദ്ധസജ്ജരാക്കി. ആസാദ് ഹിന്ദ് ഗവൺമെന്റിന്റെ അധീന പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ഏറ്റെടുക്കാനായി 1943 ഡിസംബർ അവസാനം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ മണ്ണിലെത്തി. ഷഹീദ്, സ്വരാജ് എന്നിങ്ങനെ പുനർനാമകരണം ചെയ്ത് ദ്വീപ് സമൂഹങ്ങളെ ഭാരതീയമാക്കുകയാണ് ആദ്യം ചെയ്തത്. ആസാദ് ഹിന്ദ് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന മുഴുവൻ ധനവും കൈകാര്യം ചെയ്യുന്നതിന് ഒരു ബാങ്ക് ആരംഭിക്കാൻ നേതാജി തീരുമാനിച്ചു. ആസാദ് ഹിന്ദ് ബാങ്ക് എന്ന പേരിൽ ആരംഭിക്കുന്ന ഔദ്യോഗിക ബാങ്കിന് പ്രാരംഭ മൂലധനമായി 50 ലക്ഷം രൂപ നിശ്ചയിക്കപ്പെട്ടു. 1944 ഏപ്രിൽ 4 ബാങ്ക് ഔദ്യോഗികമായി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആസാദ് ഹിന്ദ് ബാങ്കിന് ചുരുങ്ങിയ സമയം കൊണ്ട് 30 ശാഖകൾ ആരംഭിക്കാൻ കഴിഞ്ഞു. നേതാജിയെ ജീവനോടെ പിടികൂടുക എന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിന്റെയും ദക്ഷിണ പൂർവേഷ്യൻ കമാൻഡർ ലൂയി മൗണ്ട് ബാറ്റന്റെയും അഭിമാന പ്രശ്നമായി മാറി. 1945 ഏപ്രിൽ 23 ആകുമ്പോഴേക്കും ജപ്പാൻ സൈനികരെല്ലാം റംഗൂൺ വിട്ടിരുന്നു. ജപ്പാൻ അധികാരികൾ എത്രയും വേഗം റംഗൂൺ വിടണമെന്ന് നേതാജിയോട് അഭ്യർത്ഥിച്ചു. നിരന്തരമായ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ അദ്ദേഹം വഴങ്ങി. ഏപ്രിൽ 24 രാത്രി 10 മണിക്ക് നേതാജിയും സംഘവും ബാങ്കോക്കിലേക്കുള്ള യാത്ര ആരംഭിച്ചു. നേതാജിയും അനുചരന്മാരും മെയ് 6 ബാങ്കോക്കിലെത്തി.
സോവിയറ്റ് യൂണിയനുമായി ബന്ധപ്പെട്ട് പുതിയ യുദ്ധതന്ത്രം ആവിഷ്കരിക്കണമെന്ന് ആത്മമിത്രമായ ജപ്പാൻ നാവികസേന ഓഫീസർ നക്കോഡ നേതാജിയോട് ആവശ്യപ്പെട്ടു. 1945 ജൂലൈ അവസാനം നേതാജി സെറേംബൻ, കോലാലംപൂർ എന്നിവിടങ്ങൾ സന്ദർശിച്ചു. ജപ്പാനിൽ യുദ്ധത്തിന്റെ അഗ്നി പടരാൻ തുടങ്ങിയിരുന്നു. പ്രതികാരദാഹിയായ അമേരിക്കൻ വൈമാനികർ അവിടുത്തെ ചെറുഗ്രാമങ്ങൾ പോലും വെറുതെ വിട്ടില്ല. 2500 വർഷത്തെ ചരിത്രത്തിലാദ്യമായി ജപ്പാൻകാർ പരാജയം, കീഴടങ്ങാൻ തുടങ്ങിയ വാക്കുകൾ മന്ത്രിച്ചുകൊണ്ടിരിക്കെ ഹിരോഷിമയിലും നാഗസാക്കിയിലും മരണദേവത ചടുല നൃത്തം ചവിട്ടി. ലോകം വിറങ്ങലിച്ചു നിന്ന ആ ദിവസങ്ങളിൽ ആസാദ് ഹിന്ദിന്റെയും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെയും പ്രമുഖരെല്ലാം സെറോംബനിൽ എത്തിച്ചേർന്നു. ഓഗസ്റ്റ് 12-ന് നേതാജിയും കൂട്ടാളികളും സിംഗപ്പൂരിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. സിംഗപ്പൂരിൽ അവശേഷിക്കുന്ന INA പോരാളികളുടെയും ടോക്കിയോ ബോയ്സിന്റെയും ഭാവിയെക്കുറിച്ച് നേതാജി ഉത്കണ്ഠാകുലനായി. തന്റെ മുമ്പിലുള്ള സാധ്യതകൾ അസ്തമിച്ചുവെന്ന് മനസ്സിലാക്കിയ നേതാജി മുഴുവൻ സൈന്യത്തെയും പിരിച്ചുവിട്ടു. ഓഗസ്റ്റ് 13, 14 തീയതികളിൽ തുടർച്ചയായി ആസാദ് ഹിന്ദ് മന്ത്രിസഭായോഗം ചേർന്നു. നേതാജി യോഗത്തിലുടനീളം നിശബ്ദനായിരുന്നു. വിപ്ലവനായകനെ ശത്രുവിന്റെ കൈകളിലെത്താൻ അനുവദിക്കരുതെന്ന് മന്ത്രിസഭ ഏകകണ്ഠമായി തീരുമാനിച്ചു. നേതാജിയെ ജീവനോടെ പിടികൂടിയാൽ ഇന്ത്യയിൽ കൊണ്ടുവരാതെ ബർമയിൽ തന്നെ വിചാരണ നടത്തി തൂക്കിലേറ്റുകയോ അതുവരെ വിചാരണ കൂടാതെ ഏതെങ്കിലും വിദൂര ദ്വീപിൽ തടവിലാക്കുകയോ വേണമെന്ന അഭിപ്രായമായിരുന്നു വേവൽ പ്രഭുവിനും സഹപ്രവർത്തകർക്കും ഉണ്ടായിരുന്നത്. കടുത്ത സമ്മർദ്ദങ്ങൾക്കൊടുവിൽ സിംഗപ്പൂർ വിട്ടുപോകാൻ നേതാജി സമ്മതിച്ചു. തന്റെ അസാന്നിധ്യത്തിൽ ആസാദ് ഹിന്ദ് സർക്കാരിന്റെ തലവനായി അദ്ദേഹം സമൻ കിയാനിയെ നിയമിച്ചു. ദുഃഖഭരിതമായ അന്തരീക്ഷത്തിൽ SA അയ്യർ നേതാജിയോട് ചോദിച്ചു, നേതാജി ഇനി ഏത് ദിശയിൽ? നിർനിമേഷനായി ആ ധീരനായകൻ പ്രതിവചിച്ചു, എന്റെ പ്രയാണം നിഗൂഢതയിലേക്കാണ്. ഓഗസ്റ്റ് 16 ഉച്ചയോടെ വിമാനമാർഗം ബാങ്കോക്കിലെത്തിയ നേതാജിയെ കാണാൻ സന്ദർശക പ്രവാഹമായിരുന്നു. എന്നാൽ ഒരു ഭീരുവിനെ പോലെ ഒളിച്ചു കഴിയാൻ ആ ധീരസേനാനി ഒരുക്കമായിരുന്നില്ല. ഓഗസ്റ്റ് 17-ന് കാലത്ത് 8 മണിക്ക് അദ്ദേഹം വിമാനത്തിൽ സൈഗോണിലേക്ക് യാത്രയായി. വിയന്നയിലെ വീട്ടിൽ അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം കഴിയുകയായിരുന്ന നേതാജിയുടെ ഭാര്യ എമിലി ഷെങ്കൽ സാധാരണ പോലെ റേഡിയോയിലെ സായാഹ്ന വാർത്ത കേൾക്കുകയായിരുന്നു. ഇന്ത്യൻ വീരനായകൻ സുഭാഷ് ചന്ദ്രബോസ് തെയ്ഹൊക്കുവിൽ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നതായിരുന്നു അന്നത്തെ പ്രധാന വാർത്ത. ഇടിവെട്ടേറ്റതുപോലെ അമ്മയും സഹോദരിയും എമിലിയെ നോക്കി നിന്നു. എമിലിക്ക് തന്റെ ജീവിതത്തിലേക്ക് പ്രളയജലം ഇരമ്പിക്കയറി വരുന്നത് പോലെ തോന്നി. ദുരന്ത വാർത്തയറിഞ്ഞ ഉടനെ വൈസ്രോയി വേവൽ പ്രഭു തന്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു, സുഭാഷ് ചന്ദ്രബോസ് മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് അദ്ദേഹത്തിന് ഒളിവിൽ കഴിയാനുള്ള തന്ത്രമാണെന്ന് തോന്നുന്നു. 1945 ഓഗസ്റ്റ് 18-ന് തായ്പേയിലെ തെയ്ഹൊക്കുവിൽ വിമാനാപകടത്തിൽ നേതാജി കൊല്ലപ്പെട്ടുവെന്ന വാർത്ത ലോകത്തെ അറിയിക്കുന്നത് ജപ്പാൻ ന്യൂസ് ഏജൻസി ഡിമയാണ്. ഓഗസ്റ്റ് 24, 25 തീയതികളിൽ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വാർത്താ മാധ്യമങ്ങൾ ദുരന്ത വാർത്ത റിപ്പോർട്ട് ചെയ്തു. ആരെങ്കിലും അദ്ദേഹത്തിന്റെ ചിതാഭസ്മം എന്നെ കാണിക്കുകയാണെങ്കിൽ പോലും സുഭാഷ് ജീവിച്ചിരിപ്പില്ലെന്ന് ഞാൻ വിശ്വസിക്കില്ല. ബോസ് തിരിച്ചു വരുമെന്ന് ഗാന്ധി പ്രതീക്ഷിക്കുന്നു എന്ന പ്രധാന വാർത്ത ന്യൂയോർക്ക് ടൈംസ് ലോകത്തെ അറിയിച്ചു. ഒടുവിൽ നേതാജി ജീവിച്ചിരിപ്പില്ലെന്ന് ഗാന്ധിജിക്ക് ബോധ്യമായി. 1946 ഏപ്രിൽ 7-ന് നേതാജി ജീവിച്ചിരിപ്പുണ്ടോ എന്ന തലക്കെട്ടിൽ ഹരിജനയിൽ എഴുതിയ ലേഖനത്തിൽ ഗാന്ധിജി ഇങ്ങനെ രേഖപ്പെടുത്തി, 1945-ൽ നടന്ന അദ്ദേഹത്തിന്റെ മരണത്തിന് രേഖാമൂലമുള്ള തെളിവുകളോ മൃതദേഹത്തിന്റെ ഫോട്ടോയോ ഇതുവരെയും ലഭ്യമായിട്ടില്ല. ജപ്പാനിലേക്കുള്ള യാത്രാമധ്യേ ഫോർമോസിലുണ്ടായ ഒരു വിമാനാപകടത്തിൽ 1945 ഓഗസ്റ്റ് 18-ന് സുഭാഷ് ചന്ദ്രബോസ് അന്തരിച്ചു എന്ന വാർത്തയായിരുന്നു ടോക്കിയോ റേഡിയോ ലോകത്തെ അറിയിച്ചത്. പലതരം വാർത്തകൾ പ്രചരിച്ചു. നേതാജി മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നു, സന്യാസിയായി ഹിമാലയ സാനുക്കളിൽ തപസ് അനുഷ്ഠിക്കുന്നു, അവസരം വരുമ്പോൾ പുറത്തുവരാൻ ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ ഒളിച്ചിരിക്കുന്നു, ശത്രുക്കൾ തടവുകാരനായി പിടിച്ചിരിക്കുന്നു, സൈബീരിയയിലേക്ക് നാടുകടത്തിയിരിക്കുന്നു. ഇതൊക്കെയായിരുന്നു പ്രചരിച്ച പ്രധാന ഊഹാപോഹങ്ങൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടുന്ന മുഹൂർത്തത്തിൽ നേതാജി ഇവിടെ പ്രത്യക്ഷപ്പെടുമെന്നും ഇന്ത്യയുടെ സാരഥ്യം കൈയേൽക്കുമെന്നും ചിലർ വിശ്വസിച്ചു. ഉത്തരം കിട്ടാത്ത ഒരു പ്രഹേളിക പോലെ നേതാജി എന്ന ധീരയോദ്ധാവും അദ്ദേഹത്തിന്റെ ദുരൂഹമായ തിരോധാനവും നിരന്തരം ചർച്ച ചെയ്യപ്പെട്ടു. നേതാജി കണ്ട സ്വപ്നം സഫലമായി. ഇന്ത്യ സ്വതന്ത്രമായി.
നേതാജി സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷുകാർക്ക് എക്കാലത്തും ഒരു പേടി സ്വപ്നമായിരുന്നു. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത സ്വാതന്ത്ര്യ സമര നേതാവെന്ന നിലയിൽ 1941 തന്നെ തന്റെ കണ്ണിലെ കരടായി തീർന്ന നേതാജിയെ വധിക്കണമെന്ന തീരുമാനത്തിലായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ. പിടികിട്ടിയാൽ അയാളെ ഒരു മതിലിനോട് ചേർത്ത് നിർത്തി വെടിവെക്കുമെന്ന് തന്റെ അനുയായികളോട് പറഞ്ഞ ചർച്ചിലിന് നേതാജിയുടെ മരണവാർത്ത വ്യാജമാണെന്ന കാര്യത്തിൽ സംശയം ബലപ്പെട്ടിരുന്നു. സ്വാതന്ത്ര്യത്തെ സ്നേഹിക്കുന്ന, മോചനം കൊതിക്കുന്ന കോടാനുകോടി മനുഷ്യരുടെ മുന്നിൽ നേതാജി ഇന്നും ജീവിക്കുന്നു. ഇതിഹാസ കഥകളെ വെല്ലുന്ന സാഹസികതയിൽ ഉടലും ഉയിരും സമർപ്പിച്ച് ദേശമോചനത്തിനു വേണ്ടി പൊരുതിയ ആ പോരാളി ജീവിതത്തിലുടനീളം ഇടിമിന്നലിന്റെ ശോഭ പകർത്തുകയും കൊടുങ്കാറ്റിന്റെ പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാതന്ത്ര്യബോധത്തിന്റെ ഒളിമങ്ങാത്ത പ്രതീകമായി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ മനസ്സിൽ തിളങ്ങുന്ന ഓർമ്മയായി ജ്വലിച്ചു നിൽക്കുന്നു.